ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജാക്ക് ആൻഡ് ജോക്കർ എന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ ഒരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരാൾ BL മൂവീസ് ചെയ്യുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആലോചിച്ചു നമുക്ക് ചെയ്തേക്കാമെന്ന്. പക്ഷേ ഞാനങ്ങനെ ഒത്തിരി BL മൂവീസൊന്നും കണ്ടിട്ടില്ല. സോ എനിക്ക് ആകെ കൂടിപ്പോയി 2 എക്സാക്റ്റ് എനിക്ക് 2 അറിയത്തുള്ളൂ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും BL മൂവീസ് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും BL മൂവീസ് കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരൊക്കെ ഒന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുത്തേക്കുക. അതില്ലെങ്കിൽ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നതായിരിക്കും, നിങ്ങൾ അതിൻ്റെ താഴെ ഇട്ടേക്കുക. എന്നാൽ മാത്രമേ ആ ഒരു മൂവി എനിക്ക് കിട്ടുവാണെങ്കിൽ കണ്ടിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഇല്ലെങ്കിൽ ഇടാൻ പറ്റത്തുള്ളൂ. എനിക്കങ്ങനെ ഒരുപാട് BL ഒന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു പേരൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മുടെ ജാക്കിനാണെങ്കിൽ ബോസ് പുതിയൊരു അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ജാക്കിൻ്റെ അടുത്ത് വേറൊരാളുടെ പേര് പറഞ്ഞിട്ട് അയാളും എനിക്ക് കടം തരാനുണ്ട്, അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ പൈസ തിരിച്ച് വാങ്ങാനുള്ള ഡ്യൂട്ടി ജാക്കിനെ ഏൽപ്പിച്ചേക്കാണ്. അപ്പോൾ ജാക്കിപ്പോൾ അയാളെ കാണാനായിട്ട് വന്നേക്കാണ്. അയാൾക്കാണെങ്കിൽ ഒരു മകളുണ്ട്, അവളുടെ പേര് ടോയ്റ്റിങ് എന്നാണ്. നമുക്ക് അവളെ സിമ്പിളായിട്ട് ടോയ് എന്ന് വിളിക്കാം. അപ്പോൾ അവൾക്ക് 10 വയസ്സായിരിക്കുകയാണ്. നമ്മുടെ ജാക്ക് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അയാളാണെങ്കിൽ കുടിച്ചിട്ട് അയാൾ എവിടെ ചെന്ന് അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മുറിവൊക്കെ കൊണ്ടിങ്ങനെ വന്നിരിക്കുമായിരുന്നു. ടോയ് അതേസമയം അവളുടെ അച്ഛനായിട്ടുള്ള ആ ഒരാൾക്കാണെങ്കിൽ ഇതിൻ്റെ മുറിവിലൊക്കെ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയം ജാക്ക് അയാളുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്, പൈസ തിരിച്ചു കൊടുക്കേണ്ടതെല്ലാം. അപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാവുന്നത് ജാക്കിനെയാണ് തനിക്ക് ഇങ്ങനെ ഈ പൈസ വാങ്ങാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയെന്ന്. നമ്മുടെ ജാക്ക് ആയതുകൊണ്ട് തന്നെ ജാക്കിന് കിട്ടുന്ന ആൾക്കാരെല്ലാവരെയും ജാക്ക് പൈസ അടച്ച് സഹായിക്കാറുണ്ട്. അത് നമ്മുടെ ബോസിനും അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മുടെ ജാക്കിനെ കിട്ടിയതുകൊണ്ട് ഇയാൾ ഭയങ്കര ഹാപ്പി ആയിട്ട്, നീ വന്നാൽ നന്നായി, നീ ഒന്ന് എൻ്റെ പൈസ അടയ്ക്ക്, ഉറപ്പായിട്ട് ഞാൻ പറയാം പൈസ മൊത്തം ഞാൻ തിരിച്ച് തരാം, പൈസ എല്ലാം ഞാൻ നിനക്ക് തന്നെ ഏൽപ്പിക്കാം, എനിക്ക് വേണ്ടിയിട്ട് നീ ഇപ്പോൾ ഒന്ന് പൈസ അടയ്ക്കാൻ പറയുന്നുണ്ട്. ഈ സമയം ടോയ് ആണെങ്കിൽ അത് വേണ്ട, അങ്ങനെ ചെയ്യണ്ട, അച്ഛൻ എപ്പോഴും പൈസ കിട്ടുന്നതെല്ലാം കൊണ്ടുപോയി കുടിക്കാനായിട്ട് യൂസ് ചെയ്യുകയാണ്, വെറുതെ പൈസ അടച്ച് അച്ഛനെ സഹായിക്കാൻ നിൽക്കണമെന്ന് പറയുന്നുണ്ട്. ഈ സമയം ജാക്കാണെങ്കിൽ ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാം, എനിക്കങ്ങനെ എപ്പോഴും എല്ലാവരും സഹായിക്കാനൊന്നും പറ്റില്ല, എനിക്കും ബുദ്ധിമുട്ടും പ്രശ്നമൊക്കെ ഉള്ളതാണ്, എൻ്റെ കയ്യിലും പൈസയൊന്നും അധികം ഇല്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം ആ ആളാണെങ്കിൽ മര്യാദയ്ക്ക് ആ റോബിൻ ഹുഡ് ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അവൻ്റെ അടുത്തൊന്ന് ഹെൽപ്പ് ചോദിക്കാമായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ ടോയിയോടാണ് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടോടുന്ന ജാക്ക് റോബിൻ ഹുഡോ അതാരാ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ടോയ് ആണെങ്കിൽ അത് പിന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ ഈ ബോസിന് പൈസ കൊടുക്കാനുള്ള ആൾക്കാരേന്ന് നമ്മുടെ ബോസ് വാങ്ങിച്ചു കൊണ്ടുപോയ സാധനങ്ങളെല്ലാം തന്നെ ഏതൊക്കെയോ ആൾക്കാരൊക്കെ ചേർന്നിട്ട് അവരുടെ വീടുകളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ട് കൊടുക്കുകയാണ്. അവരുടെ ഡോറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ട് അവരങ്ങ് പോയി കളയും. അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാവരും അവരിപ്പോൾ റോബിൻ ഹുഡ് എന്നാണ് വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ജാക്കിന് ജോക്കറുടെ പരിപാടിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മുടെ ജാക്കിന് അറിയാം ജോക്കർ ഈ കടം കൊടുക്കാനുള്ള ആൾക്കാരുടെ സാധനങ്ങളെല്ലാം ബോസിൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന്. അപ്പോൾ നമ്മുടെ ജോക്കർ നേരത്തെ നമ്മുടെ ജാക്കുമായിട്ട് ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇതെല്ലാം ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജാക്ക് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആൾക്കാർക്ക് തിരിച്ച് കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജാക്ക് അതൊന്ന് വിശ്വസിച്ചിട്ട് അത് റോബിൻ ഹുഡൊന്നുമല്ല, അത് ജോക്കറാ എന്നിങ്ങനെ പറയുകയാണ് പതുക്കെ. അതേസമയം നമ്മുടെ ജോക്കറിനെ കാണിക്കുമ്പോൾ അവനും ടാറ്റുവും ഹോയും കൂടെ ആയിട്ട് കുറേ വീടുകളിൽ അവരുടെ സാധനങ്ങളും തിരിച്ചു കൊടുത്തിട്ട് ആരും കാണാതെ ഒരിടത്ത് വന്ന് നിൽക്കുകയാണ്. ആ സമയം നമ്മുടെ ടാറ്റുവും ഹോയും ഞങ്ങളെല്ലാവരും സാധനങ്ങൾ തിരിച്ചു വെച്ച് കഴിഞ്ഞു, നീ എല്ലാം കൊടുത്തു കഴിഞ്ഞു എന്ന് വെച്ചപ്പോൾ ജോക്കർ പതുക്കെ അവനൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ജാക്കിൻ്റെ പാരൻസിൻ്റെ വെഡ്ഡിങ് റിങ് എടുക്കുകയാണ്. ഈ സമയം ഹോയ് ഇത് ഇതുവരെയായിട്ട് തിരിച്ചു കൊടുത്തില്ലെന്ന് വെച്ചപ്പോൾ ജോക്കറാണെങ്കിൽ ഞാൻ ഇത് ജാക്കിനെ കൊടുത്തപ്പോൾ ഇത് വാങ്ങുന്നില്ല എന്ന് പറയാണ്. ആ സമയം ടാറ്റു എനിക്കൊരു കാര്യം ചെയ്യും, അവർക്ക് വേണ്ടെങ്കിൽ നീ ഇത് വിറ്റിട്ട് അതിൻ്റെ പൈസ എടുക്കാൻ പറയുന്നുണ്ട്. ഹോയ് ആ സമയം ഇല്ല, ഒരു വഴിയുണ്ട്, നമ്മുടെ ജാക്കിൻ്റെ മുത്തശ്ശിയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ മാർക്കറ്റിൻ്റെ അവിടെ ഡംപ്ലിങ്സ് വിൽക്കാറുണ്ട്, ആ കടയിൽ അങ്ങോട്ടേക്ക് ചെന്നിട്ട് മുത്തശ്ശിയുടെ കൈ കൊടുത്താൽ അത് മുത്തശ്ശി വാങ്ങിച്ചോളൂ എന്ന് പറയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ജോക്കറാണ് നേരെ മുത്തശ്ശിയുടെ കടയിലേക്ക് ചെയ്തതാണ്. ആ സമയം മുത്തശ്ശി ഏത് ഫുഡാണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ ഇതിൽ നിന്ന് 2 എടുക്കാനായിട്ട് പറയാണ്. അങ്ങനെ മുത്തശ്ശി ഇത് എടുക്കുന്ന സമയത്ത് ഇവൻ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ ഇവന് പറ്റുന്നില്ല. കാരണം എങ്ങനെ പെട്ടെന്ന് കൊണ്ട് ഈ മോതിരം കൊടുക്കാനാ. അതേ ടൈമിന് ആ കടയിലോട്ട് 2 പേര് വന്നിട്ട് അതൊരു പെണ്ണും ഒരു ആണുമായിരുന്നു. ആ പെണ്ണാണെങ്കിൽ ഒരു 1000 രൂപയുടെ പൈസയുടെ നോട്ട് കൊടുത്തിട്ട് എനിക്ക് ആ കടയിൽ നിന്ന് വെള്ളം വാങ്ങാനുണ്ട്, എന്നാൽ അവരുടെ കയ്യിൽ ചില്ലറയില്ല, നിങ്ങൾക്ക് ഈ 1000 രൂപ എടുത്തിട്ട് ഒന്ന് ചില്ലറയാക്കി തരാൻ പറ്റുമോ എന്നിങ്ങനെ നമ്മുടെ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്. മുത്തശ്ശി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 1000 രൂപയ്ക്ക് ചില്ലറയായിട്ടുള്ള പൈസ എടുത്തിട്ട് അവളുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ചെയ്യുന്ന സമയത്താണ് ജോക്കറിന് എന്തോ ഒരു പന്തിയോട് പോകുന്നത്. ജോക്കറിനെ തന്നെ അവളുടെ കയ്യിൽ നിന്ന് ആ 1000 രൂപയുടെ നോട്ട് വാങ്ങിച്ച് നോക്കിയപ്പോൾ അത് ഫേക്കാണെന്ന് മനസ്സിലായിട്ട് മുത്തശ്ശിയുടെ അടുത്ത് മുത്തശ്ശി പൈസ കൊടുക്കല്ലേ, ഇവർ ഫേക്കാണ് കൊണ്ടുവന്നേക്കുന്നതെന്ന് പറയാണ്. ആ സമയം അവരുണ്ട് ഫേക്കെന്നോ എന്ത് അനാവശ്യം നിങ്ങൾ ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ട് പിടിക്കപ്പെടാതെ ആയത് മനസ്സിലായതും നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് പൈസ എടുത്തുകൊണ്ട് ഇവർ ഓടുവാണ്. നമ്മുടെ ജോക്കർ പുറകെ പിടിക്കാൻ ഓടുന്നുണ്ട്, എന്നാൽ അവന് പറ്റുന്നില്ല. ഇതേടെ നമ്മുടെ മുത്തശ്ശി അവിടെ ചുമ്മാ നിൽക്കുന്നതല്ല, മുത്തശ്ശിയുടെ കല്ലായിരുന്ന പാത്രമൊക്കെ കറക്റ്റ് എടുത്ത് ഇവർ എറിയുന്നുണ്ട്. ഇവർക്കത് കൊള്ളുന്നുണ്ട്, തടിക്കഷ്ണം വരെ മുത്തശ്ശിയുടെ എറിയാണ്, 2 അടിച്ച് വീഴ്ത്തുകയും ചെയ്യാണ്.
അങ്ങനെ അവരെയും തിരിച്ച് പൈസയൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ജോക്കർ മുത്തശ്ശീനെ അവരുടെ തിരുത്തിയിട്ട് ഓക്കെ ആണെന്നൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ മുത്തശ്ശിയാണെങ്കിൽ ഇവരുടെ ദേഹത്തേക്ക് ഈ സംഭവമൊക്കെ വലിച്ചെറിഞ്ഞോണ്ട് തന്നെ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ഫൈറ്റ് സീനൊക്കെ കാണിച്ചുകൊണ്ട് അത്ര ഓക്കെ ആയിരുന്നില്ല. അത് മനസ്സിലായിട്ട് ജോക്കർ കുഴപ്പമില്ല, ഞാൻ മുത്തശ്ശീനെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറയാണ്. നമ്മുടെ മുത്തശ്ശി കട നടത്തിയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഉന്ത് വണ്ടി പോലത്തെ സംഭവത്തിൽ ഫുഡൊക്കെ വെച്ചിട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു വണ്ടി തള്ളിക്കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ താൻ ഹെൽപ്പ് ചെയ്യാം, മുത്തശ്ശി ഇവിടെ തൊട്ടടുത്തല്ലേ, എനിക്കറിയാമെന്നുള്ളതല്ലേ, ഞാൻ കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം മുത്തശ്ശി സമ്മതിച്ചിട്ട് നിനക്ക് എൻ്റെ വീട് എങ്ങനെയാണ് അറിയാൻ ചോദിക്കുകയാണ്. ആ സമയം ജോക്കർ എന്ത് പറയുന്ന ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മുത്തശ്ശി നീ ജാക്കിൻ്റെ ഫ്രണ്ടാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നത്. ജോക്കർ അപ്പോൾ ഞാൻ അവൻ്റെ ഫ്രണ്ടാന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ ഞാനതിന് നിന്നെ അവൻ്റെ കൂടെ കണ്ടിട്ടില്ലല്ലോ എന്ന് വെച്ചപ്പോൾ ജോക്കർ അത് പിന്നെ ഞാൻ അവൻ്റെ കൂടെ ബാറിൽ വെച്ചിട്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്തിരുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം മുത്തശ്ശി അവൻ ബാറിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ അവൻ്റെ കൂടെ വർക്ക് ചെയ്ത പയ്യനാണല്ലേ, അതാണ് ഞാൻ നിന്നെ കണ്ടിട്ടില്ലാത്തത്, വാ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ കൂടെ നടന്ന് വീട്ടിൽ പോവുകയാണ്. ആ ടൈമിന് നമ്മുടെ ജോക്കറാണെങ്കിൽ യഥാർത്ഥം നടന്ന സംഭവമല്ല, എന്നാലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് താൻ ജാക്കിനോട് ചെയ്ത തെറ്റും ജാക്കിൻ്റെ അടുത്ത് സോറി പറയാൻ വന്നതാണെന്നും എന്നാൽ തൻ്റെ അടുത്ത് ഇപ്പോൾ ജാക്ക് ഇതുവരെയായിട്ട് ക്ഷമിച്ചിട്ടില്ല എന്നും നമ്മുടെ ജോക്കർ പറയുന്നുണ്ട്. ആ സമയം മുത്തശ്ശി കുഴപ്പമില്ലടാ, അവനാണെങ്കിൽ ആരെയും സ്നേഹിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് സ്നേഹിക്കും, എന്നാൽ ആരുടെയും വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ അത് അവൻ്റെ മനസ്സിലിങ്ങനെ കൊണ്ടുവച്ചുകൊണ്ട് നടക്കും. കുഴപ്പമില്ല, നീ ശ്രമിച്ചാൽ മതി, നീ ഇത്രയും ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ നിൻ്റെ അടുത്ത് ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് ചെല്ലാണ്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ മുത്തശ്ശി ജോക്കറിന് കഴിക്കാനായിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് കഴിക്കാൻ പറയുന്നുണ്ട്. ഇതേസമയം നമ്മുടെ ജോക്കർ അവിടെ ഇരുന്ന് നമ്മുടെ ജാക്കിൻ്റെ പാരൻസിൻ്റെയും ഫാമിലി ഫോട്ടോ സംഭവം എല്ലാം കാണുന്നുണ്ട്. മുത്തശ്ശി ആ സമയം അത് ജാക്കിൻ്റെ പാരൻസാണ്, നമ്മുടെ ജാക്കിൻ്റെ അച്ഛനും അമ്മയും കൂടെ ആയിട്ട് ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് അങ്ങ് ഹിറ്റായി തുടങ്ങിയപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് അവൻ്റെ അച്ഛനാണെങ്കിൽ ബോസിൻ്റെ കയ്യിൽ നിന്ന് അത് കുറച്ച് വലുതാക്കാനായിട്ട് കുറച്ച് പൈസയൊക്കെ മേടിച്ചായിരുന്നു. എന്നാൽ പൈസയൊക്കെ മേടിച്ചിട്ട് ആ ഒരു ഹോട്ടൽ വലുതാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കസ്റ്റമേഴ്സിൻ്റെ വരവൊക്കെ കുറഞ്ഞു തുടങ്ങി. അങ്ങനെ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാതെ കടത്തിലായി. ലൈഫ് അങ്ങനെയാണല്ലോ, നമ്മൾ പ്രതീക്ഷിക്കും പോലെ മുന്നോട്ട് പോകത്തില്ലല്ലോ എന്ന് പറയാണ്. ആ സമയം ജോക്കർ അല്ല ജാക്കിൻ്റെ പാരൻസ് ഇപ്പോൾ എവിടെയാണ്, അവർക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ എല്ലാവരും വിചാരിച്ചത് പൈസ അടച്ച് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ഓടി രക്ഷപ്പെട്ടേന്നാണ്. എന്നാൽ സത്യത്തിൽ അവരാണെങ്കിൽ അവരുടെ മോനെ പ്രശ്നത്തിലാക്കിയതല്ല, അവരാണെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പാരൻസിൽ ആരെങ്കിലും ഒരാളോ അതോ രണ്ടുപേരോ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്തായാലും കുട്ടിക്ക് ലക്ഷങ്ങളോളം പൈസ കിട്ടുമെന്ന്. അവരാണെങ്കിൽ പക്ഷേ ആ ഇൻഷുറൻസ് കറക്റ്റ് വായിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സൂയിസൈഡ് ചെയ്തു. എന്നാൽ ഇൻഷുറൻസിൽ പറഞ്ഞിട്ടുണ്ട് സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടില്ല, പകരം എന്തെങ്കിലും വയ്യാതാവുകയോ ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും പറ്റി മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിന് പൈസ പോകത്തുള്ളൂ. അല്ലാതെ ഇവർ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇൻഷുറൻസിൽ നിന്ന് പൈസ കിട്ടത്തില്ല. എന്നാൽ അവർ മരിക്കുന്നതിലൂടെ അവരുടെ മകന് പൈസ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് അവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തത്. എന്നാലും പൈസ കിട്ടാതെ പോയി സൂയിസൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജാക്കാണെങ്കിൽ കഷ്ടപ്പെട്ടു ഒരുപാട്. പക്ഷേ നമ്മുടെ ബോസ് ജാക്കിന് തൻ്റെ ആളാവാൻ പറ്റുമെന്ന് കരുതിയിട്ടാണ് വലുതായി കഴിഞ്ഞപ്പോൾ ജാക്കിൻ്റെ ആ ഒരു മോതിരം വാങ്ങിച്ചു വെച്ചിട്ട് നമ്മുടെ ജാക്കിനെ അയാളുടെ കൂടെ ഇപ്പോൾ ജോലി ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേസമയം ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ജോക്കറിനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജാക്കിൻ്റെ ശരിക്കുള്ള ഫാമിലി സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട്. ആ സമയം മുത്തശ്ശിയാണെങ്കിൽ ഞാനകത്ത് പോയി കിടന്ന് ഉറങ്ങാൻ പോവാ, നീ ഇപ്പോൾ പോകണ്ട, പുറത്ത് നല്ല വെയില, നീ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക്, ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജോക്കർ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം ജോക്കർ നോക്കുന്ന ടൈമിന് നമ്മുടെ ജാക്കിൻ്റെ ഫോട്ടോയൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ നോക്കുകയാണ്. ആ സമയം നോക്കിയപ്പോഴാണ് വീട് ഫുള്ള് പൊടി പിടിച്ചിരിക്കുന്ന കാണുന്നത്. അങ്ങനെ അവൻ വീട് ഫുള്ള് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വൈകുന്നേരം നമ്മുടെ ജാക്ക് തിരിച്ചു വരുമ്പോൾ ടോയ് ആണെങ്കിൽ വീടിൻ്റെ വെളിയിൽ നിന്ന് ഇങ്ങനെ അകത്തേക്ക് നോക്കുവാണ് എത്തി. ആ സമയം നമ്മുടെ ജാക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ടോയ് ആണെങ്കിൽ മുത്തശ്ശിയുടെ കൂടെ ആരോ നിൽപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജാക്ക് നോക്കിയപ്പോൾ ആരോ നിൽക്കുന്ന കാണാണ്. നമ്മുടെ ജോക്കർ തിരിഞ്ഞിന്നോട് ജോക്കറാണെന്ന് മനസ്സിലാവുന്നില്ല. ഈ സമയം നമ്മുടെ ജാക്ക് ഏതോ കള്ളനാണെന്ന് എഴുതിയിട്ട് ഉടനെ വന്ന് ജോക്കറിനെ അടിച്ചിടാൻ പോവാണ്. ആ സമയമാണ് ജോക്കറാണെന്ന് മനസ്സിലാവുന്നത്. ഇതേസമയം മുത്തശ്ശി മാറി നീ എന്തിനാണ് അടിക്കാൻ പോകുന്നത്, അവനൊരിക്കലും മസാജ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്, അല്ലാതെ കള്ളനൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാക്കിനെ പിടിച്ച് മാറ്റുന്നുണ്ട്. ഇതേസമയം നമ്മുടെ ജാക്കാണെങ്കിൽ ജോക്കറിനെ പിടിച്ച് നിർത്തിയിട്ട് നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്തോട്ട് വരരുതെന്ന്, പിന്നെ നീ ഇതിന് എൻ്റെ വീട്ടിൽ വന്നെന്ന് ചോദിച്ചപ്പോൾ ജോക്കർ ഞാൻ ഇനിയും വരൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേസമയം നമ്മുടെ മുത്തശ്ശി ഇവർ മുമ്പത്തെ ഫ്രണ്ട്സ് ആയിരുന്നെന്ന് കരുതിയിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ മുത്തശ്ശി ഇവരെടുത്ത് നിങ്ങൾക്ക് വീണ്ടും സംസാരിക്കണമെങ്കിലോ കെട്ടിപ്പിടിക്കണമെങ്കിലോ കെട്ടിപ്പിടിച്ചോ, ഞാൻ ഒന്ന് മൈൻഡ് ചെയ്യത്തില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയുന്നുണ്ട്. ഇതേസമയം ജാക്ക് ഇവനെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ മുത്തശ്ശി അത് പിന്നെ രാവിലെ എൻ്റെ അടുത്ത് നിന്ന് പൈസ മോഷ്ടിക്കാൻ കുറച്ച് പേര് വന്നു, അപ്പോൾ ഇവനെ എന്നെ ഹെൽപ്പ് ചെയ്ത്, അതുകൊണ്ട് ഞാനൊരു ഫുഡ് കഴിക്കാൻ വിളിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജാക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞെങ്കിൽ വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ മുത്തശ്ശി നീ എന്തിനാ അവനെ പറഞ്ഞു വിടുന്നത്, അവൻ എൻ്റെ ഗസ്റ്റ് അല്ലേ, നീ ഇന്ന് രാത്രിയിലത്തെ ഫുഡും കൂടി ഇവിടെ നിന്ന് കഴിച്ചിട്ട് പതുക്കെ പോയാൽ മതി എന്ന് മുത്തശ്ശി ജോക്കറിനോട് പറയുന്നുണ്ട്. ജോക്കറും സമ്മതിക്കുന്നുണ്ട്. ഇതേസമയം നമ്മുടെ ജാക്കാണെങ്കിൽ ജോക്കറിൻ്റെ അടുത്ത് നിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി എന്താ കാര്യവും ചോദിക്കുന്നുണ്ട്. ആ സമയം ജാക്കാണെങ്കിൽ അത് തന്നെ മുത്തശ്ശി ഇവനൊരു തെറ്റ് ചെയ്തു, ഇവനോട് നിർത്താൻ പറ്റത്തില്ല എന്ന് പറയാണ്. ആ സമയം മുത്തശ്ശി എന്ത് തെറ്റാ ചെയ്തതെന്ന് വെച്ചപ്പോൾ
നമ്മുടെ ജോക്കർ സത്യങ്ങളെല്ലാം തുറന്നു പറയാനേ വരുന്നുണ്ട്. എന്നാൽ ജാക്ക് തടങ്ങിയിട്ട് അത് പിന്നെ എൻ്റെ ഇവൻ്റെ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങളാണെന്ന് പറയാണ്. ആ സമയം മുത്തശ്ശി ഇവർ തമ്മിൽ എന്തോ ലവിൻ്റെ മാറ്ററോ അങ്ങനെ എന്തൊക്കെയാണെന്ന് എഴുതിയിട്ട് മുത്തശ്ശി ഓ അങ്ങനെ അങ്ങനെ നടക്കട്ടെ നടക്കട്ടെ എന്നൊക്കെ പറയാണ്. ആ സമയം ജാക്ക് ജോക്കറിനെ പിടിച്ച് വീടിൻ്റെ പുറകുവശത്ത് കൊണ്ട് നിർത്തിയിട്ട് നിനക്ക് എന്താടാ വേണ്ടത്, നീ എന്താ ആ മോതിരം എൻ്റെ മുത്തശ്ശിക്ക് കൊടുക്കാൻ പോകണം, അങ്ങനെയും ചെയ്തേക്കരുത് പ്രശ്നം വഷളാവുമെന്ന് പറയാണ്. ആ സമയം ജോക്കറാണെങ്കിൽ നിൻ്റെ മുത്തശ്ശിക്ക് ആ മോതിരം തിരിച്ചു വേണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും, അതുപോലെ തന്നെ നിനക്കും ഉണ്ടാവും എന്നറിയാം. നീ ഈ മോതിരം വാങ്ങിച്ചിട്ട് നിൻ്റെ മുത്തശ്ശീനെ കൊണ്ട് എവിടെയാണെന്ന് വെച്ചാൽ പോകാൻ പറയാണ്. ആ സമയം ജാക്ക് ഞാൻ എവിടെ പോകാനാ, ഇതാ എൻ്റെ വീട്, ഇതാ എൻ്റെ സ്ഥലം, ഞാനിപ്പോൾ നിൻ്റെ നീ മോതിരം വാങ്ങിച്ച് ഓടിക്കളഞ്ഞാൽ ബോസ് വിചാരിക്കും മറ്റുള്ള കടക്കാരുടെ സാധനങ്ങളും ഞാനാണ് മോഷ്ടിച്ചത്, നിനക്ക് മോഷ്ടിക്കാൻ മാത്രമേ അറിയാവൂ, നീ എന്തിനാ എപ്പോഴും മോഷ്ടിച്ചുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, നീ എനിക്ക് തന്നു കഴിഞ്ഞാൽ അതിനേക്കാളും പ്രശ്നവും, അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ മോതിരം തിരിച്ച് ബോസിൻ്റെ കയ്യിലോ ആരാൻ്റെ കയ്യിലോ കൊണ്ട് കൊടുക്കാൻ പറയാണ്. ആ സമയം നമ്മുടെ ജോക്കറാണെങ്കിൽ ഓക്കെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ ഞാൻ നിനക്ക് നാളെയും കൂടെ ആലോചിക്കാൻ ടൈം തരാം, നിൻ്റെ തീരുമാനം അപ്പോഴും സെയിം തന്നെയാണെങ്കിൽ ഞാനിത് തിരിച്ച് ആരാൻ്റെ കൊണ്ട് ഏൽപ്പിച്ചേക്കാം, ഇല്ല നിനക്ക് ഈ മോതിരം വേണമെന്നാണെങ്കിൽ ഞാൻ ഇത് നിനക്ക് തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ജോക്കറാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ഒഴുകി പോകത്തില്ല എന്ന് മനസ്സിലായിട്ട് നമ്മുടെ ജാക്ക് ഞാനപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നീ എല്ലാം നിർത്തിയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പോകുമെന്ന് ചോദിച്ചപ്പോൾ ജോക്കർ അഫ്കോഴ്സ് ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു മോതിരം നമ്മുടെ ജാക്കിൻ്റെ കൈ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ജോക്കർ തിരിച്ച് പോകാൻ നിന്നപ്പോൾ ജാക്ക് എവിടെ പോവാ, ബോസിൻ്റെ ആൾക്കാർ മൊത്തം ടാറ്റുവിനെയും ഹോയിനെയും അന്വേഷിച്ച് നടക്കുകയാണ്, നീ ഇപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ നിന്നെയും അവർ പൊക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോക്കർ എങ്കിൽ പിന്നെ എനിക്ക് നിൽക്കാനായിട്ട് പുതിയൊരു സ്ഥലം നോക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാക്കിൻ്റെ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നതിനെ പറ്റി അവനിങ്ങനെ ഇൻഡയറക്റ്റായിട്ട് പറയാണ്. നമ്മുടെ ജാക്കിന് കാര്യം മനസ്സിലാവുന്നുണ്ട്, അവൻ സമ്മതിക്കുകയും ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ടാറ്റും അവൻ്റെ അമ്മയും കൂടെ ആയിട്ട് ബോസിൻ്റെ ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലം വിട്ട് ആ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തുന്നതാണ്. ഈ പള്ളി ക്ഷേത്രം അതുപോലെയുള്ള സ്ഥലങ്ങളിൽ വരുന്ന ആൾക്കാർക്ക് താമസിക്കാനായിട്ട് ഈ പള്ളിയുടെ ബിൽഡിങ് ക്ഷേത്രത്തിൻ്റെ സ്ഥലം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഏരിയയിൽ താമസിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ആ ഒരു സ്ഥലമൊക്കെ നോക്കി നടത്തുന്ന ഒരു ലേഡി അവരുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങളിവിടെ താമസിക്കുന്ന സമയത്ത് ഇവിടുത്തെ വർക്കെല്ലാം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം, അതുപോലെ തന്നെ മോശം സംഭവങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, മോശമായിട്ടുള്ള ഹാബിറ്റ്സ് എല്ലാം പറഞ്ഞ് വിട്ട് കളയണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ സാധനങ്ങളെല്ലാം ഒരു ലോക്കർ റൂമിൽ വെക്കാനായിട്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് ഇവരുടെ കൈകളും ബ്രേസ്ലെറ്റും സംഭവങ്ങളും എല്ലാം അഴിച്ച് മേടിക്കുന്നുണ്ട്. അതേ ടൈമിന് നമ്മുടെ ടാറ്റുവിൻ്റെ അടുത്ത് മൊബൈൽ ഫോൺ എവിടെയെന്ന് വെച്ചപ്പോൾ ടാറ്റു അത് പിന്നെ എൻ്റെ ഒരു മൊബൈലില്ല, എനിക്ക് റൂമിൻ്റെ റെൻ്റ് അടയ്ക്കേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എൻ്റെ മൊബൈലും വിറ്റു എന്ന് പറയുന്നുണ്ട്. ആ സമയം ലേഡി എങ്കിൽ ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തുടങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ വർക്കെന്ന് പറഞ്ഞ് അവർക്ക് കിട്ടിയത് പാത്രം കഴുകാനായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പാത്രം കഴുകുന്ന സമയത്ത് ടാറ്റു ആണെങ്കിൽ ഇതെന്തൊരു കഷ്ടമെന്ന് വെച്ചപ്പോൾ ടാറ്റുവിൻ്റെ അമ്മ എൻ്റെ പൊന്നു മോനെ ഇവിടെ ഫ്രീ ആയിട്ട് ഫുഡും കിട്ടും താമസിക്കാൻ പറ്റുകയും ചെയ്യും, അതിന് വേണ്ടിയിട്ട് കുറച്ച് വർക്ക് ചെയ്തെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം അങ്ങോട്ടേക്ക് അതേ ലേഡി വന്നിട്ട് ക്ഷേത്രത്തിലെ കുറച്ച് സംഭവങ്ങൾ വിൽക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരാൾ ആവശ്യമുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും വരാനായിട്ട് പറയാണ്. അവരുദ്ദേശിച്ചത് ഈ ചന്ദനത്തിരി അതുപോലത്തെ സംഭവങ്ങൾ വിൽക്കാനൊക്കെയാണ്. ആ സമയം നമ്മൾ ടാറ്റു എഴുന്നേക്കാൻ പോയപ്പോൾ ഉടനെ ടാറ്റുവിൻ്റെ അമ്മ ഞാൻ പോവാം നീ ഇവിടെ ഇരിക്കും, നീ പുറത്തിറങ്ങിയ ബോസിൻ്റെ ആൾക്കാർ നിന്നെ കാണാൻ പറഞ്ഞിട്ട് ടാറ്റുവിനോട് ഒറ്റയ്ക്ക് പാത്രം കഴുകാനായിട്ട് ടാറ്റുവിൻ്റെ അമ്മ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതേ സമയം അവിടെ ടാറ്റുവിൻ്റെ ഫോൺ അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു, മനഃപൂർവ്വം അവരുടെ കയ്യിൽ കൊടുക്കാതെ മറ്റേ കള്ളം പറഞ്ഞതായിരുന്നു. അങ്ങനെ ആ ഒരു ടൈമിന് അവൻ്റെ ഫോൺ എടുത്തപ്പോൾ ഹോയ് അവനെ കോൾ ചെയ്യാണ്. അങ്ങനെ അവൻ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഹോയ് സംസാരിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ആ സമയം ടാറ്റു നീ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ ഹോയിയോട് പറഞ്ഞ സമയത്ത് ഹോയ് ആണെങ്കിൽ ടാറ്റു എന്നെ ഹെൽപ്പ് ചെയ്യ് ഇങ്ങനെ മാത്രം പറയുന്നത് നമ്മൾ ടാറ്റു കേൾക്കാണ്, ടാറ്റുവിന് കാര്യം മനസ്സിലാവുന്നില്ല. അതേസമയം ടോയിനെ കാണിക്കുമ്പോൾ ഇവളാണെങ്കിൽ മാർക്കറ്റിൽ പോയിട്ട് എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാണ്. ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ടോയ് ആണെങ്കിൽ അവളുടെ അച്ഛൻ്റെ കൂടെ അല്ല നമ്മുടെ ജാക്കിൻ്റെയും മുത്തശ്ശീൻ്റെയും കൂടെയാണ് താമസിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവളുടെ അച്ഛനാണെങ്കിൽ പൈസ തിരിച്ച് ബോസിന് തിരിച്ച് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതൊക്കെ കൊണ്ട് തന്നെ കാരണം ബോസിൻ്റെ ആൾക്കാർ എപ്പോഴും മടിക്കാറുണ്ട്. ഇവിടെ ഒരു കുട്ടിയാണെന്ന് ആലോചിക്കാതെ ഇവളെയും മടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളെ സംരക്ഷിക്കാനായിട്ട് ഇവളെ നമ്മുടെ ജാക്കിനോട് പറഞ്ഞു വെച്ചൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ടോയ് ആണെങ്കിൽ സാധനമൊക്കെ മേടിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ ജോക്കർ അവിടെ ഇരുന്നിട്ട് അവിടെയുള്ള കസേരയെല്ലാം ക്ലീനാക്കി പെയിൻ്റൊക്കെ പുതിയത് അടിക്കുന്നുണ്ട്. ഇത് ടോയ് അങ്ങോട്ടേക്ക് എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചപ്പോൾ അത് പിന്നെ ജാക്കിന് വേണ്ടിയിട്ടാണ്, ജാക്ക് നല്ല നന്നായിട്ടിരിക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടോയ് സത്യം പറയാം നിനക്ക് ജാക്കിന് ഇഷ്ടമല്ലേ, നീ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല, ജാക്കിന് ഒരു ലവർ വേണം നല്ലൊരു ലൈഫ് വേണം എനിക്കും ആഗ്രഹമുണ്ട്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജോക്കർ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയാണ്. കാട്ട് ടൈമിന് അങ്ങോട്ടേക്ക് സേവ് വരാണ്. സേവ് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സേവ് നമ്മുടെ ജാക്കിൻ്റെ ഫ്രണ്ടാണ്. നമ്മുടെ സേവിനെ കണ്ടതും ഉടനെ തന്നെ നമ്മുടെ ടോയ് ആണെങ്കിൽ അവൻ ജോക്കറിനെ കാണാതിരിക്കാനായിട്ട് ജോക്കറിനെ മാറ്റാൻ
തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നടക്കുന്നില്ല. നമ്മുടെ സേവ് ജോക്കറിനെ കാണുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ജാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജോക്കറിനെ മറ്റാരും കാണരുതെന്ന്. കാരണം ബോസിൻ്റെ ആൾക്കാരെ ഒന്ന് മാറ്റി നിർത്താനാണ് നമ്മുടെ ജാക്കാണെങ്കിൽ ജോക്കറിനെ ഇവിടെ താമസിപ്പിച്ചത് തന്നെ. അതുകൊണ്ട് മറ്റുള്ളവർ വരുമ്പോൾ അവരുടെ മുന്നിൽ കൊണ്ടുവിടരുതെന്ന് നമ്മുടെ ടോയിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സേവ് ആണെങ്കിൽ നമ്മുടെ ജോക്കറിനെ കാണുകയാണ്. അതേസമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരാണ്. സേവ് മുത്തശ്ശിയുടെ അടുത്ത് ഇതാരാന്ന് വെച്ചപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അത് പിന്നെ ഇവിടെ കറണ്ടൊക്കെ നേരെ നിൽക്കാത്തതുകൊണ്ട് ചെക്ക് ചെയ്യാനായിട്ട് വിളിച്ച ഇലക്ട്രീഷ്യൻ പയ്യനാണ്, വേറെ ആരുമല്ല, നീ എന്തിനാ വന്നതെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ജാക്കിനെ കാണാനായിട്ട് വന്നു, അവ ഇവിടെ ഇല്ലല്ലോ, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് സേവ് പോവുകയാണ്. അവൻ പോയാണ് തന്നെ ടോയ് ആണെങ്കിൽ ഫോൺ എടുത്ത് ജാക്കിനെ കോൾ ചെയ്തിട്ട് ജാക്കൊരു പ്രശ്നമുണ്ട്, സേവ് വീട്ടിൽ വന്നു, സേവ് ജോക്കറിനെ കണ്ടെന്ന് പറയാണ്. ജാക്ക് അപ്പോൾ സേവല്ലേ കണ്ടത്, കുഴപ്പമില്ല, ഹോപ്പോ അല്ലെങ്കിൽ ബോസിൻ്റെ മറ്റാരെങ്കിലും ആൾക്കാരോ വല്ലതും ജോക്കറിനെ കാണാതെ വേണം നീ നോക്കാൻ, സേവ് കണ്ടത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാക്ക് കോൾ കട്ടിയാണ്. ഇതേ സമയത്ത് മുത്തശ്ശിക്കും ടോയ്ക്കും എന്തുകൊണ്ട് ജോക്കറിനെ ബോസിൻ്റെ ആൾക്കാർ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ജോക്കർ ഇവിടെ ഒളിപ്പിച്ചിരിക്കുന്നു എന്നോർത്ത് ഡൗട്ട് വരാണ്. അങ്ങനെ അവർ രണ്ടുപേരും ജോക്കറിനെ ഇങ്ങനെ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് നീ ഇവിടെ ഒളിച്ച് താമസിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ജോക്കറിന് അപ്പോൾ സത്യം പറയാൻ പറ്റത്തില്ല, അവർ കള്ളനാണ് മോഷ്ടിച്ചിട്ടിരിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ അത് പിന്നെ നമ്മുടെ ബോസിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള ഹോപ്പ് അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഞാൻ തട്ടിയെടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവരുടെയും എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ടാണ് ആരുടെയും കണ്ണിൽ പെടാതെ ജാക്ക് എന്നെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാണ്. മുത്തശ്ശി അത് വിശ്വസിച്ചിട്ട് മുത്തശ്ശി വീടിൻ്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എന്നാൽ ടോയ് അത് വിശ്വസിച്ചിരുന്നില്ല. കാരണം ടോയ്ക്കറിയാം ഹോപ്പിൻ്റെ ഗേൾ ഫ്രണ്ട് ആക്ച്വലി ആരാണെന്ന്. അങ്ങനെ ടോയ് ആണെങ്കിൽ ഹോപ്പിൻ്റെ ഗേൾ ഫ്രണ്ട് ആരാന്നൊക്കെ എനിക്കറിയാം, നീ എൻ്റെ അടുത്ത് കള്ളം പറയുന്നത് വേണ്ട, എന്താ ശരിക്കുള്ള റീസൺ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം നമ്മുടെ ജോക്കറിനാണെങ്കിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവനൊരു പൈസയുടെ നോട്ട് എടുത്ത് കാണിച്ചിട്ട് നിനക്ക് സത്യങ്ങളൊക്കെ അറിയാവോ, അറിഞ്ഞൂടല്ലോ എന്നിങ്ങനെ പറയാണ്. ആ സമയം പൈസ കണ്ടുകൊണ്ട് തന്നെ അവളും എനിക്കൊരു കാര്യം അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പൈസയും മേടിച്ച് അവൾക്ക് ഇതൊട്ട് യാതൊരു ബന്ധമില്ലാത്ത പോലെ അവളും നടന്നു പോവുകയാണ്. അതിനുശേഷം ടാറ്റുവിനെ കാണിക്കുമ്പോൾ നേരത്തെ ഹോയ് കോൾ ചെയ്ത സമയത്ത് അവൻ പറയുന്നതിന് വ്യക്തമല്ലായിരുന്നെങ്കിലും ഫോണിൽ ഒരു ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഹോയ് അയച്ചതല്ല, ഹോയിനെ ഇപ്പോൾ നമ്മുടെ അരാനും ഹോപ്പൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സോ അവരയച്ചതാണ്. പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ ടാറ്റു ഇപ്പോൾ അവരുടെ കെടിയിലേക്ക് വന്ന് പെട്ടേക്കാണ്. അങ്ങനെ ടാറ്റുവിനെയും അവർ പിടിച്ചു വയ്ക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ അരാൻ്റെ ആ ഒരു മാല ടാറ്റു മോഷ്ടിച്ചല്ലോ, അത് തിരിച്ചെടുക്കാനാണ്. എന്നാൽ ഇവർ ഓൾറെഡി വിറ്റതുകൊണ്ട് തന്നെ ഹോയിനെ പിടിച്ചിട്ട് മാല കിട്ടുന്നില്ല, നമ്മുടെ ടാറ്റുവിനെ പിടിച്ചിട്ട് മാല കിട്ടുന്നില്ല. അങ്ങനെ അവർ നമ്മുടെ ടാറ്റു താമസിച്ച ആ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹോപ്പ് അവൻ്റെ ആൾക്കാരെയൊക്കെ അയച്ചിട്ട് ആ ക്ഷേത്രത്തിലുള്ള എല്ലാവരെയും പിടിച്ച് കെട്ടി വെച്ചിട്ട് എല്ലാവരും അരിച്ച് പറക്കുന്നുണ്ട്. ഈ സമയം ആ ക്ഷേത്രത്തിൽ നമ്മുടെ ടാറ്റുവിനെയും ടാറ്റുവിൻ്റെ അമ്മേനെയൊക്കെ അകത്ത് താമസിക്കാനൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു ലേഡി അവർ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ അങ്ങനെ ഒരു മാല ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും പിന്നെ അരിച്ച് പറക്കാണ്. ആ സമയം ഈ ക്ഷേത്രത്തിൻ്റെ അധികാരി എന്നൊക്കെ പറയുന്നൊരു ലേഡിയുണ്ട്, അവരുടെ പേര് നാങ് എന്നാണ്. നാങ് അതേ ടൈം അങ്ങോട്ടേക്ക് വരാണ്. നാങ്ങിനെ കണ്ടതും എല്ലാവരും കൂടെ ആയിട്ട് നാങ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ എല്ലാവരെയും കൂടെ കെട്ടിയിട്ട 2 ബോഡി ഗാർഡ്സ് ഉണ്ട്. രണ്ടിനെ എടുത്തിട്ട് പഞ്ഞിക്കിട്ടിട്ട് രണ്ടുപേരെയും തിരിച്ച് നമ്മുടെ ഹോപ്പിൻ്റെ അടുത്തൊക്കെ തന്നെ അയച്ചിട്ട് മര്യാദയ്ക്ക് ഇന്നു ഇനി ഞങ്ങളോട്ട് ഇടപെടാൻ വരരുതെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുന്നുണ്ട്. ഈ സമയം ആരാണെങ്കിൽ ഇവരുടെ ആരുടെയും കയ്യിൽ ആ മാലയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ ലീഡറായിട്ടുള്ള ജോക്കറിൻ്റെ കയ്യിൽ തന്നെ ഇത് കാണും, അവനെ ഞാൻ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹോയിക്കും ടാറ്റിനായിട്ട് 2-3 കൊടുക്കുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മുടെ ജാക്കിനെ കാണിക്കുമ്പോൾ ജാക്ക് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ ജോക്കർ അവിടുത്തെ ടേബിൾ മേശ എല്ലാം പെയിൻ്റ് അടിച്ച് നല്ല സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അവൻ ഭയങ്കര സന്തോഷമാവാണ്. അത് ആക്ച്വലി അവൻ്റെ അച്ഛൻ അവന് വേണ്ടിയിട്ട് കുഞ്ഞായിരുന്നപ്പോൾ ചെയ്തു കൊടുത്ത ഒരു ബുക്ക് ഷെൽഫൊക്കെ വരുന്നൊരു കുഞ്ഞ് ടേബിളാണ്. അപ്പോൾ അത് കണ്ട് അങ്ങനെ ഹാപ്പി ആവാണ്. അതേപോലെ തന്നെ നമ്മുടെ ജാക്കിന് ഒരു സ്കൂൾ പണിയണമെന്നും അവിടുത്തെ കുട്ടികളൊക്കെ നന്നായൊരു എഡ്യൂക്കേഷൻ കിട്ടി വലുതാവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് അവൻ മുമ്പ് റെഡിയാക്കിയ ഒരു ബ്ലൂ പ്രിൻ്റ് സ്കൂളിൻ്റെ സംഭവങ്ങൾ എല്ലാം തന്നെ ആ ഒരു ടേബിളിൻ്റെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം ടോയ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനെടുത്ത് വെച്ച് ഞാൻ ഇത് വായിച്ചു നോക്കട്ടെ എന്നിങ്ങനെ ചോദിച്ചിട്ട് നമ്മുടെ ജാക്ക് സമ്മതിച്ചുകൊണ്ട് തന്നെ ടോയ് അതൊക്കെ വായിക്കുന്നുണ്ട്. ഇതേ സമയം മുത്തശ്ശി അവൻ്റെ അടുത്തോട്ട് വന്ന് സംസാരിക്കുന്ന സമയത്ത് മുമ്പ് അവൻ്റെ അച്ഛനാണെങ്കിൽ അവന് ഈ ഒരു ടേബിൾ ഇങ്ങനെ റെഡിയാക്കി കൊടുത്തതും അവൻ്റെ അച്ഛനമ്മയെ സർപ്രൈസ് ആയിട്ട് ഇവനത് കൊടുത്തതും ഒക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്, എന്നാലും കരയുന്നില്ല. അതിനുശേഷം റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ജോക്കറാണെങ്കിൽ ഇവൻ്റെ ബെഡിൻ്റെ സൈഡിലായിട്ട് അവിടെ താഴെ കിടന്ന് ഉറങ്ങുകയാണ്. ഈ സമയം നമ്മുടെ ജാക്കാണെങ്കിൽ നോക്കിയപ്പോൾ ജോക്കർ ഉറക്കത്തിൽ ജാക്ക് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ജാക്ക് ഇവൻ എന്താ പറയുന്നത് കേൾക്കാനായിട്ട് ക്ലോസ് ആയി ചെന്നപ്പോഴത്തേക്കും അവൻ ഒത്തിരി ക്ലോസ് ആയി വരുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ജോക്കറാണെങ്കിൽ ഉറക്കത്തിൽ ജാക്ക് എനിക്ക് ഐസ്ക്രീം വേണം, ആ ഐസ്ക്രീം വേണ്ടി നിർത്താൻ പറ എന്നൊക്കെ ഇങ്ങനെ ഉറക്കത്തിൽ കിടന്ന് പറയായിരുന്നു. ഇതേ സമയം ജാക്കാണെങ്കിൽ നമ്മുടെ ജോക്കർ നേരത്തെ ഏൽപ്പിച്ച അതേ അവൻ്റെ ആ ഒരു പാരൻസിൻ്റെ വെഡ്ഡിങ് റിങ് തനിക്കിനി വച്ചേക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ജോക്കറിൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത്
സേവ് തിരിച്ച് അവൻ താമസിക്കുന്ന റൂമിൻ്റെ അങ്ങോട്ടേക്ക് വരുന്നതാണ്. ആ സമയം ഇവൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു പാഴ്സൽ വന്നിരിക്കുകയാണ്. അത് ആക്ച്വലി തൊട്ടപ്പുറത്തെ റൂമിലുള്ള ആൾക്ക് വരേണ്ടതാണ്. അയാളാണെങ്കിൽ ഇവൻ്റെ അഡ്രസ്സിൽ ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ ഇവന് വന്നൊക്കെയാണ്. പക്ഷേ അവനറിയാം ഇത് അയാൾക്കുള്ള തന്നെയാണെന്ന്. അങ്ങനെ ഇത് അയാൾക്ക് കൊണ്ട് കൊടുക്കാൻ പോവാണ്. അയാൾ വേറെ ആരുമല്ല, നമ്മുടെ ഹോപ്പാണ്. നമ്മുടെ ഹോപ്പിനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് മറ്റാരുമല്ല നമ്മുടെ സേവുമാണ്. അങ്ങനെ നമ്മുടെ സേവാണെങ്കിൽ ഇങ്ങനെ ഹോപ്പിൻ്റെ അടുത്ത് വന്നിട്ട് നിൻ്റെ അടുത്തേക്ക് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അഡ്രസ്സിൽ ഇതൊന്നും ബുക്ക് ചെയ്ത് തന്നു, നീ വേണമെങ്കിൽ നിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ സേവിൻ്റെ അടുത്ത് കുറച്ച് റൊമാൻറ്റിക്കൊക്കെ ആയിട്ട് നിൻ്റെ സാധനമെന്ന് പറഞ്ഞാൽ എൻ്റെതല്ലേ, അതുപോലെ തന്നെ എൻ്റെ എന്ന് പറഞ്ഞാൽ നിൻ്റെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്തുകൊണ്ടൊക്കെ നിൽപ്പുണ്ട്. ആ സമയം നമ്മുടെ സേവാണെങ്കിൽ ഇതേണ്ട എന്നെ കയറി പിടിക്കുകയും ചെയ്തേക്കില്ലേ, നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മളിപ്പോൾ രഹസ്യമായിട്ട് വെച്ചേക്കുമെന്ന് പറഞ്ഞല്ലേ. ആ സമയം ഹോപ്പും അറിയാം, എന്നാലും എല്ലാവരൊക്കെ അറിയുമ്പോൾ അതൊരു എക്സൈറ്റ്മെൻ്റ് അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ഇവരാണെങ്കിൽ ഇതിങ്ങനെ രഹസ്യമായിട്ട് വെച്ചേക്കാൻ കാരണം സേവാണെങ്കിൽ നമ്മുടെ ബോസിന് കുറേ കടം കൊടുത്ത് തീർക്കാനുണ്ട്. അപ്പോൾ മേ ബി നമ്മുടെ സേവിൻ്റെ നിന്ന് പൈസ വാങ്ങാനായിട്ട് ബോസ് ഏൽപ്പിച്ചത് ഹോപ്പിനായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രാക്ഷനായിരിക്കും ഒരു ഇഷ്ടത്തിലായത്. എന്നാൽ ബോസ് ആരും തന്നെ അറിയുന്നില്ല. ബോസിന് ആ ഒരു പൈസ തിരിച്ച് കൊടുത്ത് തീർക്കുന്നവരെ ഇവർ തമ്മിലുള്ള റിലേഷൻ ആരെയും അറിയിക്കില്ല എന്നാണ് ഇവർ പറഞ്ഞു വെച്ചേക്കുന്നത്. അങ്ങനെ അതും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഹോപ്പിൻ്റെ റൂമിൻ്റെ അകത്ത് ജോക്കറിൻ്റെ ഫോട്ടോ ഇരിക്കുന്നത് കാണുന്നത്. നമ്മുടെ ജോക്കറിനെ കണ്ടു കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവനൊരു കള്ളനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോസ്റ്റർ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ നേരത്തെ ജാക്കിൻ്റെ വീട്ടിൽ പോയപ്പോൾ നമ്മുടെ ജോക്കറിനെ കണ്ടതുകൊണ്ട് തന്നെ ആ ഒരു പോസ്റ്റർ കണ്ടിട്ട് സേവാണെങ്കിൽ ഞാൻ ഇതേ രൂപത്തിലുള്ള ഒരാളെ കുറച്ചു മുമ്പേ കണ്ടായിരുന്നു എന്നിങ്ങനെ പറയാണ്. ആ സമയം ഹോപ്പ് എവിടെ വെച്ചാൽ കണ്ടെന്ന് വെച്ചപ്പോൾ ജാക്കിൻ്റെ വീട്ടിൽ വെച്ചാൽ കണ്ടെന്ന് പറയാണ്. ആ സമയം തന്നെ ഹോപ്പിന് അത് ജോക്കർ തന്നെയാണെന്ന് ഒരു ഡൗട്ട് വന്നിട്ട് ഉടനെ തന്നെ അവൻ്റെ വീട് പൂട്ടിയിട്ട് നീ ഇവിടെ നിന്നോ, ഞാനിപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് വച്ച് വിടാണ്. നമ്മുടെ ടോയ്ക്കാണെങ്കിൽ ഓൾറെഡി തന്നെ നമ്മുടെ സേവാണ് ഹോപ്പിൻ്റെ ബോയ് ഫ്രണ്ട് എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സേവിനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവരുള്ള സംസാരം കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹോപ്പിന് കാര്യം മനസ്സിലായി എന്ന് കണ്ടിട്ട് ഉടനെ തന്നെ നമ്മുടെ ടോയും നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഹോപ്പ് അവൻ്റെ 2 ബോഡി ഗാർഡ്സിനെയും കൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് എത്തിയ ടൈമിന് കറക്റ്റ് അങ്ങോട്ടേക്ക് നമ്മുടെ ജാക്കും വരാണ്. ജാക്ക് വന്നിട്ട് നമ്മുടെ ഹോപ്പിനെ വീട്ടിൽ നിന്ന് കയറുന്നതിന് തടയുവാണ്. ആ സമയം ഹോപ്പ് നീ എന്തിനാ എന്നെ തടയുന്നത്, നീ എന്തിനാ ശരിക്കും അവനാളെ ഒളിപ്പിച്ചിട്ടുണ്ടെന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ജാക്ക് ആരും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോയെന്ന്, എൻ്റെ മുത്തശ്ശി അവിടെ അകത്ത് കിടന്ന് ഉറങ്ങുക, നിനക്ക് മാനേഴ്സ് ഇല്ലേ, ഇങ്ങനെ കയറി പോവുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഹോപ്പ് നീയല്ലേ അവനെ കയറി ആ കള്ളനെ കയറ്റി ഒളിപ്പിച്ചത്, അപ്പോൾ പിന്നെ എനിക്ക് ഇത്തിരി മാനേഴ്സൊക്കെ കുറയും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ടൈമിന് നമ്മുടെ ജാക്കും അവനെ നമ്മൾ നല്ല അടിയാവാണ്. അതായിട്ട് അങ്ങോട്ട് മുത്തശ്ശി വന്നിട്ട് എന്തിനാ അടി ഉണ്ടാക്കുന്നത്, നിനക്ക് വീട് ചെക്ക് ചെയ്യണമെങ്കിൽ കയറി ചെക്ക് ചെയ്യാൻ പറയാണ്. അങ്ങനെ ഹോപ്പിൻ്റെ ആൾക്കാരെല്ലാവരും കയറി ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജോക്കർ അവിടെ ഇല്ല. അങ്ങനെ ഹോപ്പാണെങ്കിൽ ശരി നിനക്കുള്ള ഞാൻ പിന്നെ തന്നോളാം ജാക്ക്, നീ എന്നെ ഇന്ന് തടയാൻ ശ്രമിച്ചല്ലേ, അത് ഞാൻ പിന്നെ ശരിയാക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നടന്നു പോവാണ്. അതിനുശേഷം കാണിക്കുന്ന വൈകുന്നേരം നമ്മുടെ ജാക്കും മുത്തശ്ശിയും കൂടി സംസാരിക്കുന്നതാണ്. ജോക്കർ ഓൾറെഡി ആ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് തന്നെ ജോക്കർ താൻ ചെയ്ത തെറ്റും താൻ കാരണമാണ് അന്ന് നമ്മുടെ ആ ഒരു ഇൻഷുറൻസ്, അതായത് 5 വർഷത്തിന് മുമ്പ് നടന്ന ആ ഒരു സംഭവം, അതായത് ഇൻഷുറൻസ് നമ്മുടെ ജാക്കിന് കിട്ടാതെ പോയതും ബോസിൻ്റെ ആൾക്കാർ അവനെ കൊണ്ടുപോയതും താൻ ജയിലിൽ പോയ രീതിയും എല്ലാം അവനൊരു ലെറ്ററിൽ എഴുതി മുത്തശ്ശിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുതന്നെ മുത്തശ്ശിക്ക് ഇപ്പോൾ സത്യം അറിയാം. അങ്ങനെ മുത്തശ്ശി അതിനെക്കുറിച്ചെല്ലാം നമ്മുടെ ജാക്കിനോട് സംസാരിച്ചിട്ട് അവനാണെങ്കിൽ നിൻ്റെ അടുത്ത് സോറി ചോദിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്തു തരുന്നത്, നിനക്ക് വേണ്ടി അവൻ കുറേ ചെയ്തു, നിൻ്റെ ആ ഒരു മോതിരം തന്നെ മോഷ്ടിച്ചു കൊണ്ട് തന്നു, അപ്പോൾ എന്നിട്ടും നീ എന്നോട് ക്ഷമിക്കാൻ പോകുന്നില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്ന സമയത്ത് ജാക്കാണെങ്കിൽ അതിനൊരു മറുപടി പറയുന്നില്ല. അതേസമയം തന്നെ നമ്മൾ ജാക്ക് മുത്തശ്ശിയുടെ അടുത്ത് അവനെനിക്ക് തന്ന മോതിരം ഞാൻ അവൻ്റെ തന്നെ തിരിച്ചു കൊടുത്തു മുത്തശ്ശി, കാരണം എനിക്കെന്തോ അവനത് മോഷ്ടിച്ച് കൊണ്ടുവന്നതല്ലേ, പിന്നെ അതേപോലെ ആ മോതിരം എൻ്റേതല്ല എന്നൊരു ഫീല് എൻ്റെ മനസ്സിൽ വന്നു പോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേസമയം ജോക്കർ നമ്മുടെ ജാക്കിനും വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാക്ക് അത് വായിച്ചപ്പോൾ അതിൻ്റെ അത് ജോക്കർ നിൻ്റെ അടുത്ത് സോറി പറയാൻ ഒരുപാട് വൈകിട്ടാണെന്നൊക്കെ എനിക്കറിയാം, എന്നാലും റിയലി സോറി, എനിക്ക് പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ മീറ്റ് ചെയ്യുമെന്നോ എന്നും തന്നെ എനിക്കറിയത്തില്ല, എന്തായാലും സോറി, നീ എൻ്റെ അടുത്ത് ക്ഷമിക്കോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതിനെല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ലെറ്ററൊക്കെ വായിച്ചിട്ട് അതിനകത്തുണ്ടായിരുന്ന സംഭവമെല്ലാം നമ്മുടെ ജാക്കാണെങ്കിൽ മുത്തശ്ശിക്ക് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അവനപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശി എനിക്ക് തോന്നുന്നത് നീ ഓൾറെഡി അവനോട് ക്ഷമിച്ചെന്നാണ്, എന്നാൽ നീ അത് മനസ്സിലാക്കാൻ വൈകുന്നു എന്ന് തോന്നുന്നു എന്നതിന് മുത്തശ്ശി പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജോക്കറിനെയാണ്. ജോക്കർ ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ തന്നെ ആ ഒരു മോതിരവും കൊണ്ട് നമ്മുടെ ബോസിന് തിരിച്ചേൽപ്പിക്കാനായിട്ട് അവരുടെ ആ ഒരു താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.